ഇരുളും വെളിച്ചവും അതിർവരമ്പുകൾ മായ്ക്കുന്ന ഹൈറേഞ്ചിന്റെ മണ്ണിൽ നിഗൂഢതകളുടെ മൂടുപടമണിഞ്ഞ ഒരു കൊടും ക്രൂരകൃത്യത്തിന്റെ കഥയാണിത്. ഇടുക്കി ഇരട്ടയാർ എഴുകുംവയലിലെ പാറത്തറ എന്ന വീട് ഇന്ന് കേവലം ഒരു കോൺക്രീറ്റ് നിർമ്മിതിയല്ല. അത് ചോരയുറയുന്ന ഭീതിയുടെയും തകർന്നടിഞ്ഞ വിശ്വാസങ്ങളുടെയും ശ്മശാന ഭൂമിയാണ്. വിശുദ്ധിയുടെയും പ്രാർത്ഥനകളുടെയും കുരിശടയാളങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് ആ കൊടും പാതകം അരങ്ങേറിയത്. നന്മയുടെയും ഭക്തിയുടെയും മൂടുപടമണിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്കും ചോരക്കൊതിയനായ കൊടും കുറ്റവാളിയായി മാറിയത്? വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ സ്വന്തം ചെയ്തികൾക്ക് ന്യായീകരണമാക്കിയ അവന്റെ മനസ്സിന്റെ വൈകൃതം അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുടക്കിക്കളഞ്ഞു. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ചോരയുടെ ഗന്ധം പടർന്ന ആ രാത്രിയുടെ നിഗൂഢതകളിലേക്ക്, മനുഷ്യ മനസ്സിന്റെ വന്യമായ വക്രതകളിലേക്ക് ഒരു അന്വേഷണം. കേരളത്തെ ഞെട്ടിച്ച എഴുകുംവയൽ കൊലപാതകത്തിന്റെ ഭീതിതമായ യാഥാർത്ഥ്യങ്ങളിലേക്ക്. എഴുകുംവയൽ, ഇരട്ടയാർ, ഉടുമ്പൻചോല താലൂക്ക്, ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ പഞ്ചായത്തിലെ 5-ാം വാർഡ് പ്രദേശമായ എഴുകുംവയൽ ഇരട്ടയാർ ടൗണിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയോര ഗ്രാമം. തൂവൽ വെള്ളച്ചാട്ടവും ഇരട്ടയാറും എഴുകുംവയൽ കുരിശുമുടിയുമടക്കം പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ആ ഗ്രാമം. കമ്പംവെട്ട് സംസ്ഥാന പാതയിൽ നിന്ന് ഏറെ ദൂരെയല്ലാതെ ശാന്തിഗ്രാം റോഡിലെ പാറത്തറയിൽ ആന്റണിയുടെ വീട് അവിടുത്തുകാർക്കെല്ലാം പരിചിതമാണ്. ആന്റണിയും ഭാര്യ വത്സമ്മയും മകൻ അജീഷുമാണ് അവിടെ താമസിക്കുന്നത്. 2026 ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാത്രി 9:30 പാരീസിലുള്ള മലയാളിയായ വൈദികന്റെ ഫോണിലേക്ക് പെട്ടെന്നാണ് കുറേയേറെ വാട്സാപ്പ് മെസ്സേജുകൾ വന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇടുക്കി എഴുകുംവയൽ സ്വദേശിയായ അജീഷാണ്. വൈദികൻ എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളിയിൽ മുൻപ് കുറച്ചുകാലം വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ സമയത്താണ് വൈദികനും അജീഷും സുഹൃത്തുക്കളാകുന്നത്. തുടർന്ന് സ്ഥലം മാറി പാരീസിലേക്ക് പോവുകയായിരുന്നു വൈദികൻ. എന്താണ് രാത്രി സമയത്ത് അജീഷ് ഇത്രയും മെസ്സേജുകൾ ഒരുമിച്ച് അയച്ചിരിക്കുന്നത് എന്ന് വൈദികൻ വിചാരിച്ചു. കുറെ ഫോട്ടോകളും വീഡിയോകളുമാണ്. വൈദികൻ വൈകാതെ അതെല്ലാം ഡൗൺലോഡ് ചെയ്തു. ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഫോണിൽ കണ്ടത്. രക്തം തളം കെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു ഭയന്ന വൈദികൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു. പാരീസിലുള്ള ആ മലയാളി വൈദികൻ വൈകാതെ വിവരം നാട്ടിലറിയിക്കാൻ തീരുമാനിച്ചു. എഴുകുംവയലിലെ അജീഷിന്റെ വീടിന് സമീപത്തെ നിത്യസഹായമാതാ പള്ളിയിലെ നിലവിലെ വികാരിയായ ജോസഫ് ചുണയൻമാക്കൽ എന്ന വൈദികന് ആ ദൃശ്യങ്ങൾ അയച്ചു നൽകി. വൈകാതെ സുഹൃത്തായ വൈദികന്റെ മെസ്സേജ് കണ്ട് എഴുകുംവയൽ പള്ളി വികാരിയായ ജോസഫ് ഞെട്ടി. പിന്നാലെ പാരീസിൽ നിന്നുള്ള വൈദികന്റെ ഫോൺ കോളും അദ്ദേഹത്തിനെത്തി. പാറത്തറയിലെ ആന്റണിച്ചേട്ടന്റെ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആന്റണിച്ചേട്ടനെയും ഭാര്യ വത്സമ്മയെയും ആരോ ആക്രമിച്ചിരിക്കുന്നു. ആന്റണിച്ചേട്ടന്റെ മകൻ അജീഷാണ് എനിക്ക് ഈ ദൃശ്യങ്ങളെല്ലാം അയച്ചു തന്നത്. കണ്ടിട്ട് ഭയമാകുന്നു. അച്ഛൻ നാട്ടുകാരെ കൂട്ടി ആ വീട്ടിലേക്കൊന്ന് ചെല്ലാമോ? പാരീസിലുള്ള വൈദികൻ ചോദിച്ചു. വൈകാതെ വൈദികനായ ജോസഫ് ചുണയൻമാക്കൽ കപ്യാരെയും സമീപവാസികളെയും എല്ലാം വിളിച്ചുകൂട്ടി. പിന്നാലെ എഴുകുംവയലിലെ വാർഡ് മെമ്പർ റജിയെയും വിവരമറിയിച്ചു. പള്ളിയിലേക്ക് ഓടിയെത്തിയ അവരെയും കൂട്ടി വൈദികൻ പാറത്തറയിലെ ആന്റണിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അതിനിടെ ദൃശ്യങ്ങൾ കണ്ട വാർഡ് മെമ്പറായ റജി വിവരം നെടുങ്കണ്ടം പോലീസിനെ അറിയിച്ചു. എഴുകുംവയലിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ. വിവരം കിട്ടിയതിന് പിന്നാലെ പോലീസ് അതിവേഗം എഴുകുംവയലിലെ പാറത്തറ വീട്ടിലേക്ക് പുറപ്പെട്ടു. പ്രാർത്ഥനകളുടെയും ഭക്തിയുടെയും സുവിശേഷ വചനങ്ങളുടെയും സുഗന്ധം വസിച്ചിരുന്ന ഒരു വീട്ടിലേക്ക് ഒരു നിമിഷം കൊണ്ട് നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. എഴുകുംവയൽ ഗ്രാമത്തെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർത്തിയത് പ്രാർത്ഥനാ മന്ത്രങ്ങളല്ല, മറിച്ച് പാറത്തറ ആന്റണി എന്ന വൃദ്ധന്റെ
അവസാന ശ്വാസത്തിന്റെ പിടച്ചിലായിരുന്നു. പാറത്തറ വീട്, എഴുകുംവയൽ, ഇരട്ടയാർ. രാത്രി 10:15. പള്ളിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് പാറത്തറയിലെ ആന്റണിയുടെ വീട്. വാർഡ് മെമ്പറും വൈദികനുമടക്കമുള്ള നാട്ടുകാർ വളരെ വേഗം തന്നെ ആ വീട്ടിലേക്ക് ഓടിയെത്തി. നാട്ടുകാർ എത്തുമ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. മുന്നിലെ സ്വീകരണ മുറിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് ആന്റണി. മുന്നിലെ മുറിയിൽ തന്നെ സോഫയിൽ ഇരിക്കുകയാണ് അജീഷ്. അയാളുടെ കയ്യിലെല്ലാം ചോരപ്പാടുകൾ. സോഫയിൽ ഇരിക്കുകയായിരുന്ന അജീഷ് ബൈബിൾ എടുത്ത് വായിക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. അജീഷിന്റെ തൊട്ടടുത്തായി സോഫയിൽ രക്തം പുരണ്ട കത്തിയുണ്ടായിരുന്നു. അജീഷിന്റെ കയ്യിൽ പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാർ വാതിൽപ്പടിയിലെത്തിയെങ്കിലും അജീഷ് ബൈബിൾ വായന തുടർന്നു. അതിനിടെ നാട്ടുകാർ അജീഷിനെ വിളിച്ചു. ആദ്യമൊന്നും അയാളത് ശ്രദ്ധിച്ചില്ല. തുടർന്ന് നാട്ടുകാർ വീട്ടിലേക്ക് കയറാൻ തയ്യാറെടുക്കുന്നതിനിടെ അജീഷ് കുപിതനായി. കത്തിയുമായി നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു. വൈകാതെ നെടുങ്കണ്ടം പോലീസ് അവിടെയെത്തി. പോലീസ് ഉടൻ തന്നെ അജീഷിനെ സാഹസികമായി കീഴ്പ്പെടുത്തി. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം അജീഷിനെ ജീപ്പിലേക്ക് മാറ്റി. പിന്നാലെ SHO അടക്കമുള്ള പോലീസ് സംഘം വീട്ടിലേക്ക് കയറി. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വീട്ടിലെ കാഴ്ച. മുന്നിലെ ഹാളിൽ തന്നെ കുത്തേറ്റ് മരിച്ചു കിടക്കുകയാണ് ആന്റണി. വയറിന് കുത്തേറ്റ മുറിവിലൂടെ കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു. ആന്റണിയുടെ ദേഹമാകെ ചോരപ്പാടുകളും കുത്തേറ്റ പാടുകളും. വൈകാതെ പോലീസ് അകത്തേക്ക് കടന്നു. അവിടെ 2 കിടപ്പുമുറികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കിടപ്പുമുറിയിൽ പ്രവേശിച്ച പോലീസ് കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വത്സമ്മയെയാണ്. ആക്രമണത്തിൽ വത്സമ്മയ്ക്കും ഗുരുതരമായി മുറിവേറ്റിട്ടുണ്ട്. ആ മുറിയിലാകെ രക്തം തളം കെട്ടി നിൽക്കുന്നു. തൊട്ടടുത്ത മുറി ആന്റണിയുടെ മാതാവ് ചിന്നമ്മയുടേതായിരുന്നു. 90 വയസ്സ് പിന്നിട്ട ചിന്നമ്മ കിടപ്പുരോഗിയായിരുന്നു. മുറിയിലെത്തിയ പോലീസിന് ആശ്വാസമായി. ചിന്നമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വീട്ടിൽ നടന്ന ആ ദുരന്തം പക്ഷേ ചിന്നമ്മ എന്ന വയോധിക അറിഞ്ഞിട്ടില്ല. ചിന്നമ്മയെ അടുത്ത വീട്ടിലേക്ക് മാറ്റാൻ പോലീസ് തീരുമാനിച്ചു. വൈകാതെ നാട്ടുകാരുടെ സഹായത്തോടെ ചിന്നമ്മയെ എടുത്ത് അടുത്ത വീട്ടിലേക്ക് മാറ്റി. ആന്റണിയുടെയും വത്സമ്മയുടെയും മൃതദേഹങ്ങൾ മൂടിയിട്ട ശേഷമാണ് ചിന്നമ്മയെ പ്രധാന വാതിലിലൂടെ എടുത്തുകൊണ്ടുപോയത്. ആന്റണി, വയസ്സ് 55, കർഷകൻ, പാറത്തറ വീട്, എഴുകുംവയൽ, ഇരട്ടയാർ, ഇടുക്കി. വത്സമ്മ, വയസ്സ് 50, വീട്ടമ്മ, പാറത്തറ വീട്, എഴുകുംവയൽ, ഇരട്ടയാർ, ഇടുക്കി. ഭക്തിയുടെ വിശുദ്ധി ഒരു വശത്ത്, ലഹരി പടർത്തിയ വിഭ്രാന്തിയും സത്താനിക് മതിഭ്രമങ്ങളും മറുവശത്ത്. ഈ 2 ധ്രുവങ്ങൾക്കിടയിൽ ആടിയുലഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് ഒടുവിൽ അശാന്തമായ ഒരു കൊലപാതകിയുടെ ചിന്തകളിലേക്ക് വഴിമാറുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു പാറത്തറ ആന്റണിയുടേത്. ആന്റണി പ്രദേശത്തെ പ്രധാന കർഷകനായിരുന്നു. ഏലവും റബ്ബറുമടക്കമുള്ള കൃഷിയിടവും വീടിനോട് ചേർന്നുണ്ടായിരുന്നു. ലളിതമായ ജീവിതമായിരുന്നു ആ കുടുംബത്തിൻ്റേത്. വീട്ടമ്മയായ വത്സമ്മയ്ക്കും ആന്റണിയുടെ മാതാവ് ചിന്നമ്മയ്ക്കും പുറമെ 2 ആൺമക്കൾ. മൂത്ത മകൻ നിതിന് ജർമ്മനിയിലാണ് ജോലി. രണ്ടാമത്തെ മകൻ അജീഷ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കട്ടപ്പനയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും എവിടെയും ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല അജീഷിൻ്റേത്. സമാധാനപരമായി മുന്നോട്ടു നീങ്ങിയ ആ കുടുംബത്തിന്റെ സ്വസ്ഥത വൈകാതെ നശിച്ചു. ഇളയ മകൻ അജീഷിന്റെ ലഹരി ഉപയോഗമാണ് കുടുംബത്തിലെ സമാധാനം നശിപ്പിച്ചത്. ആദ്യം മദ്യത്തിൽ തുടങ്ങിയ ലഹരി ഉപയോഗം. പിതാവായ ആന്റണി പലപ്പോഴും അജീഷിനെ ലഹരി ഉപയോഗത്തിൽ നിന്ന് വിലക്കിയിരുന്നു. എന്നാൽ അജീഷ് പിന്മാറാൻ തയ്യാറായില്ല. ഇതിനെ ചൊല്ലി വീട്ടിൽ ആന്റണിയും അജീഷും തമ്മിൽ തർക്കങ്ങൾ നടന്നിരുന്നു. പതിയെ അജീഷ് മറ്റ് ലഹരിമരുന്ന് ഉപയോഗത്തിലേക്ക് കടന്നു. ഇതോടെ വീട്ടിൽ പലപ്പോഴും തർക്കം നടക്കുന്നത് പതിവായി. ഇതോടെയാണ് ജർമ്മനിയിലുള്ള സഹോദരന്റെ കൂടി നിർദ്ദേശപ്രകാരം അജീഷിനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. 2026 ജൂലൈ ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിലേക്കാണ് അജീഷിനെ മാറ്റാൻ തീരുമാനിച്ചത്. മകനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിരുന്നു ആന്റണിയുടെയും വത്സമ്മയുടെയും ശ്രമം. എന്നാൽ ആ തീരുമാനത്തിനെതിരെ അജീഷിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിരോധമുണ്ടായി.
വൈകാതെ അജീഷിന്റെ എതിർപ്പ് മറികടന്ന് ആന്റണിയും വത്സമ്മയും ചേർന്ന് മുരിക്കാശ്ശേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. എന്നാൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുന്നതിനിടെ അജീഷ് വലിയ വെല്ലുവിളിയാണ് നടത്തിയത്. വിദേശത്തുള്ള സഹോദരന്റെ അടുത്തായിരുന്നു ആ വെല്ലുവിളി. താൻ തിരിച്ചെത്തിയാൽ ഒരു വലിയ പാഠം പഠിപ്പിക്കുമെന്നായിരുന്നു അജീഷിന്റെ ഭീഷണി. 2026 ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ മുരിക്കാശ്ശേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് അജീഷ് പുറത്തിറങ്ങി. വീട്ടിലെത്തിയ ശേഷവും അജീഷ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പിതാവ് ആന്റണിയുമായും മാതാവ് വത്സമ്മയുമായും പലതവണ വഴക്കിട്ടു. വീണ്ടും പാറത്തറ വീട്ടിൽ തർക്കങ്ങൾ ഉടലെടുത്തു. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് മടങ്ങി വന്നിട്ടും മകന്റെ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവുമില്ലാത്തതിനാൽ വലിയ വിഷമത്തിലായിരുന്നു ആ മാതാപിതാക്കൾ. മാത്രമല്ല, നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അജീഷ് വീട്ടിൽ സൃഷ്ടിച്ചു തുടങ്ങി. ലഹരി ഉപയോഗത്തിന് പണം ആവശ്യപ്പെട്ടായിരുന്നു പലപ്പോഴും അജീഷ് മാതാപിതാക്കളുമായി വഴക്കിട്ടിരുന്നത്. ഉൽപ്പത്തി 4:10. നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നു. സ്വന്തം പെറ്റമ്മയെയും ജന്മം നൽകിയ അച്ഛനെയും കത്തിമുന്നയിൽ നിർത്തി ജീവനെടുത്ത ശേഷം ശാന്തനായി നിന്നുകൊണ്ട് ആ മകൻ പറഞ്ഞ വാക്കുകൾ കേരളക്കരയെ ഒന്നാകെ നടുക്കി. ദൈവം വിളിച്ചതുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും ഞാൻ സ്വർഗത്തിലേക്ക് അയച്ചത്. 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച പുലർച്ചെ 1 മണി. വീട് പൂട്ടി സീൽ ചെയ്ത ശേഷം പോലീസ് കാവലേർപ്പെടുത്തി. SHO അടക്കമുള്ള പോലീസ് സംഘം അജീഷുമായി പുറപ്പെട്ടു. തെളിവുകൾ നശിച്ചു പോകാതിരിക്കാനാണ് രാത്രി തന്നെ സുരക്ഷ ഏർപ്പെടുത്തിയത്. കൈക്ക് പരിക്കേറ്റതിനാൽ അജീഷിനെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയാണ് പോലീസ് സംഘം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പുലർച്ചെ 2:11. മാതാപിതാക്കളായ ആന്റണിയെയും വത്സമ്മയെയും കൊലപ്പെടുത്തിയ കേസിൽ മകൻ അജീഷിനെ പ്രതി ചേർത്ത് നെടുങ്കണ്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. FIR നമ്പർ 0458/2026. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ, ഇടുക്കി ജില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴും ലഹരിയിലായിരുന്നു അജീഷ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അജീഷിനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ദൈവം വിളിച്ചതുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും സ്വർഗത്തിലേക്ക് അയച്ചത്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അജീഷ് നൽകിയ മറുപടി വിചിത്രമായിരുന്നു. മാതാപിതാക്കളായ ആന്റണിയെയും ഭാര്യ വത്സമ്മയെയും ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം നേരിട്ടാവശ്യപ്പെട്ടെന്നും അതിനാലാണ് കൊലപ്പെടുത്തിയതെന്നും അജീഷ് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് പോലീസിന് മറുപടി നൽകി. സംഭവ സമയത്ത് ആന്റണിയുടെ പ്രായമായ മാതാവും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അവരെ ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് എന്നും അജീഷിന്റെ മൊഴി. 2026 ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 8 മണി. വൈകാതെ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും എഴുകുംവയലിലെ വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. ഫോറൻസിക് സംഘം പ്രധാനമായും ശേഖരിച്ചത് അജീഷ് മാതാപിതാക്കളെ കുത്താൻ ഉപയോഗിച്ച കത്തിയായിരുന്നു. ഈ കത്തി മുൻവശത്തെ ഹാളിലുള്ള സോഫയിൽ നിന്ന് കിട്ടി. ഇതിന് സമീപത്തായി കിടന്നിരുന്ന കൊന്തമാലയിലും ബൈബിളിലും ചോര പുരണ്ടിരുന്നു. മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കിയ ശേഷം ആന്റണിയുടെയും വത്സമ്മയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 1 മണി. ഫോറൻസിക് പരിശോധനകൾക്കും ഇൻക്വസ്റ്റിനും ശേഷം പ്രതി അജീഷിനെ നെടുങ്കണ്ടം പോലീസ് വീട്ടിലെത്തിച്ചു. കൂടുതൽ തെളിവെടുപ്പുകൾ നടത്താനാണ് അജീഷിനെ വീട്ടിലെത്തിച്ചത്. തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങൾ. അജീഷിനെ എത്തിക്കുന്നതറിഞ്ഞ് ആ പ്രദേശവാസികൾ മുഴുവൻ പാറത്തറയിലെ വീട്ടിലേക്കെത്തിയിരുന്നു. തെളിവെടുപ്പിനിടെ അമ്മ എവിടെ പോയി, ഇതൊന്നും ശരിയല്ല, വീട് ഇങ്ങനെയല്ല കിടന്നിരുന്നത് എന്നിങ്ങനെ വിചിത്രമായ രീതിയിലായിരുന്നു പ്രതി അജീഷ് വിളിച്ചു പറഞ്ഞത്. അപ്പോഴേക്കും ലഹരിയുടെ കെട്ട് അജീഷിന് കുറഞ്ഞിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അജീഷിനെ അടിമാലി കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി. കൊലക്കത്തിയുടെ കൂർത്ത മുനയിൽ ജീവന്റെ ശ്വാസമറ്റു വീഴുമ്പോഴും പ്രാർത്ഥനയുടെ ആവരണമണിഞ്ഞ ദൈവത്തെപ്പോലും വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. അതോ ദൈവവചനങ്ങളുടെ തണലിൽ ഒളിച്ചിരുന്ന് നടുക്കുന്ന ആ ക്രൂരകൃത്യത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു? എങ്കിൽ ഒരു ബൈബിൾ വചനം കൂടി കേൾക്കുക. നിന്റെ പാപം നിന്നെ തേടി പിടിക്കും എന്നറിഞ്ഞുകൊള്ളുക. അജീഷ്
വയസ്സ് 26. പാറത്തറ വീട്, എഴുകുംവയൽ, ഇരട്ടയാർ, ഇടുക്കി. കൊലപാതകം നടന്ന സംഭവത്തെപ്പറ്റി പ്രതിയായ അജീഷ് പറയുന്നത് ഇങ്ങനെയാണ്. 2026 ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാത്രി 9:15. അന്ന് രാത്രിയും അജീഷും മാതാപിതാക്കളും തമ്മിൽ വലിയ തർക്കമുണ്ടായി. തർക്കത്തിനിടെ അജീഷ് പലതവണ മാതാപിതാക്കളായ ആന്റണിയെയും വത്സമ്മയെയും ഭീഷണിപ്പെടുത്തി. നേരത്തെ തന്നെ അജീഷ് ഒരു കത്തി വാങ്ങി മുറിയിൽ സൂക്ഷിച്ചിരുന്നു. തർക്കത്തിനിടെ അജീഷ് ഈ കത്തി കൈക്കലാക്കി. തുടർന്ന് കിടപ്പുമുറിയിൽ വെച്ച് ആദ്യം വത്സമ്മയെയാണ് അജീഷ് ആക്രമിച്ചത്. കത്തി ഉപയോഗിച്ച് അജീഷ് പലതവണ വത്സമ്മയെ കുത്തി. ഇതിനിടെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച ആന്റണിക്ക് നേരെയാണ് അജീഷ് പിന്നീട് തിരിഞ്ഞത്. മുന്നിലെ ഹാളിൽ വെച്ച് ആന്റണിയെ ക്രൂരമായാണ് അജീഷ് ആക്രമിച്ചത്. അജീഷിന്റെ കുത്തേറ്റതോടെ ആന്റണിയുടെ ആന്തരിക അവയവങ്ങൾ പുറത്തു വന്നു. വൈകാതെ വത്സമ്മയും ആന്റണിയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതക ശേഷം മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോകളും അജീഷ് പകർത്തി. തുടർന്ന് തന്റെ സുഹൃത്തായ എഴുകുംവയൽ പള്ളിയിലെ മുൻ വികാരിക്ക് വാട്സാപ്പിൽ ചിത്രങ്ങളും വീഡിയോകളും അയച്ചു. പിന്നാലെ അജീഷ് ആന്റണിയുടെ മൃതദേഹം കിടന്നിരുന്ന ഹാളിലുള്ള സോഫയിലിരുന്ന് ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. ബൈബിൾ വായിക്കുന്നതിനൊപ്പം കയ്യിലെ ജപമാലയും പിടിച്ച് അജീഷ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് വൈദികന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ആ വീട്ടിലേക്കെത്തിയത്. അജീഷ് ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടുകാർ എത്തുമ്പോൾ അജീഷ് മദ്യലഹരിയിലായിരുന്നുവെന്നും പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ലഹരിക്കടിമയായ അജീഷ് അതിനിടെ ഓൺലൈൻ ആപ്പുകൾ മുഖേന വായ്പകൾ എടുത്തിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. ഈ വായ്പകൾ തിരിച്ചടയ്ക്കാൻ മാതാപിതാക്കൾ പണം നൽകാതിരുന്നതും കുടുംബ വഴക്കുമാകാം കൊലപാതകങ്ങൾക്ക് കാരണം എന്നാണ് സൂചന. അജീഷ് കുറ്റസമ്മതം നടത്തിയെങ്കിലും പരസ്പര വിരുദ്ധമായ മൊഴി നൽകുന്നത് മൂലം ഇത് പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് നെടുങ്കണ്ടം പോലീസ്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണവും കൊലപാതക രീതിയും സ്ഥിരീകരിക്കാൻ കഴിയൂ. ആന്റണിയുടെ ശരീരത്തിൽ 14 മുറിവുകളും വത്സമ്മയുടെ ശരീരത്തിൽ 4 മുറിവുകളുമാണ് ഉണ്ടായിരുന്നത്. ഇരുവരുടെയും സംസ്കാരം ഞായറാഴ്ച എഴുകുംവയൽ നിത്യസഹായ മാതാ പള്ളിയിൽ നടന്നു. മഴുവിന്റെ മൂർച്ചയേറിയ വെട്ടേറ്റ് വീണ ആന്റണിയുടെ അവസാനത്തെ നിലവിളി ആ വീടിന്റെ ചുമരുകളിൽ ഇന്നും മാറ്റൊലികൊള്ളുന്നുണ്ടാകാം. ക്രൂരമായ ആ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ലാഭങ്ങൾക്കപ്പുറം ഒരുപക്ഷേ മറ്റു ചില പ്രേരകങ്ങളുണ്ട്. അത് ലഹരിയുടെ മതിഭ്രമങ്ങളാകാം. നാളെ വീണ്ടും കാണാം മറ്റൊരു കേസുമായി.